സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തകർത്ത് റയൽ മാഡ്രിഡ് ഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് റയലിന്റെ ജയം. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ രണ്ടാം മിനിറ്റിൽ വാൽവർഡെയുടെ മിസൈൽ ഫ്രീ കിക്ക് ഗോളിലാണ് റയൽ ലീഡ് പിടിച്ചത്. ഫ്രീ കിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ഫ്രീ കിക്കായിരുന്നു അത്. റോബർട്ടോ കാർലോസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരുന്നു വാൽവർഡെയുടെ ഗോൾ. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ റയൽ 1 ഗോളിന് മുന്നിൽ. 55-ാം മിനിറ്റിൽ റോഡ്രിഗോ ഗോൾ നേടിയപ്പോൾ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അത്ലറ്റിക്കോക്കെതിരെ റയൽ മുന്നിലെത്തി. അതിന് തൊട്ടു പിന്നാലെ 58-ാം മിനിറ്റിൽ ഗോൾ മടക്കിയടിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ്. സൊർലോത്താണ് അത്ലറ്റിക്കോക്കായി ഗോൾ നേടിയത്. മത്സരം അവസാനിക്കുമ്പോൾ 1-2 ഗോളുകൾക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെ തകർത്ത് റയൽ മാഡ്രിഡ് വിജയിച്ചു. കളിയിലെ സമ്പൂർണ്ണ ആധിപത്യം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കൈകളിലായിരുന്നു. 21 ഷോട്ടുകളാണ് അത്ലറ്റിക്കോ ഉതിർത്തത്. അതിൽ 6 എണ്ണം മാത്രം അവർക്ക് ഷോട്ട് ഓൺ ടാർഗറ്റ് എത്തിക്കാൻ സാധിച്ചുള്ളൂ. മറുഭാഗത്ത് റയൽ 8 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ അതിൽ 4 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. ജനുവരി 12-ാം തീയതി നടക്കുന്ന ഫൈനലിൽ ബാഴ്സയാണ് റയലിന്റെ എതിരാളികൾ.